Good afternoon. Okay, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എവിടെ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ആണോ ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ ഭാഗമല്ലേ? ഓക്കെ, അത് ജസ്റ്റ് ആ ഫസ്റ്റ് ചെറിയൊരു പാരഗ്രാഫ് മാത്രമല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി എടുത്തിരുന്നോ? ഓക്കെ, അതിന്റെ അവിടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയുടെ അത് മാത്രം അല്ലെ? ഏതാണ് പിരമിഡ് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, പേഷ്യന്റ് എക്സ്പീരിയൻസ് പിരമിഡ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ്. അപ്പൊ അതില് ഫസ്റ്റ് തന്നെ പേഷ്യൻസിന് കൊടുക്കുന്ന എക്സ്പീരിയൻസ്, അതായത് അവർക്ക് കൊടുക്കുന്ന സർവീസുകളിലൂടെ കിട്ടുന്ന അവരുടെ ആദ്യത്തെ അനുഭവമാണ് ആദ്യം പറയുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന സർവീസുകൾ എന്തൊക്കെയാണോ അതിലൂടെ അവർക്ക് ആദ്യമായിട്ട് കിട്ടുന്ന എക്സ്പീരിയൻസ്, ആ എക്സ്പീരിയൻസ് എന്ത് ചെയ്യുന്നു പിന്നീട് വർദ്ധിച്ചു വരികയാണ് ചെയ്യുക അല്ലെ. അപ്പൊ ഓരോ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു യാത്രയിലൂടെ കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ്, ശരിയല്ലേ? അപ്പൊ അവർക്ക് ആ ഒരു സർവീസിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു പേഷ്യന്റ് ചെല്ലുന്നു, അവർക്ക് നല്ല നല്ല സർവീസുകൾ നമ്മൾ കൊടുക്കുന്നു. അപ്പൊ അവർക്ക് ആദ്യം മുതലേ അവരുടെ ആ ഒരു ജേർണിയിലൂടെ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ് അവസാനം നമ്മളെ നല്ലൊരു സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്തിക്കാം അല്ലെ. അപ്പൊ അവിടെ പേഷ്യൻസിന് കിട്ടുന്ന ആദ്യം നമ്മൾ പറയുന്ന പേഷ്യന്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അവർക്ക് സർവീസുകളിലൂടെ, നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്ന സർവീസുകളിലൂടെ അവർക്ക് ആദ്യം ലഭ്യമാകുന്ന എക്സ്പീരിയൻസുകളാണ്. അതിനുശേഷം ഒരു പേഷ്യന്റ് അവരുടെ ആ ഒരു യാത്ര, ആ ഒരു ഹെൽത്ത് കെയർ ജേർണി നടക്കുമ്പോൾ അതിലൂടെ അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരുപാട് സർവീസുകൾ കിട്ടുന്നുണ്ട്, അതിലൂടെ നല്ല നല്ല എക്സ്പീരിയൻസുകളും അവർക്ക് കിട്ടുന്നുണ്ട് അല്ലേ. അതാണ് ഹൗ ദ പ്രാക്ടീസ് എൻഗേജസ് വിത്ത് ഇറ്റ്സ് പേഷ്യന്റ്. നമ്മൾ കൊടുക്കുന്ന ഓരോ പ്രാക്ടീസ് അല്ലെങ്കിൽ ഓരോ രീതികളും എത്രത്തോളം പേഷ്യൻസിനെ ഇടപെടൽ നടത്തുന്നുണ്ട്, ഈ പേഷ്യൻസിന് എത്രത്തോളം നല്ല രീതിയിലുള്ള സർവീസുകൾ കൊടുക്കുന്നുണ്ട്, അതിലൂടെ പേഷ്യൻസിന് ആ ഒരു യാത്രയിലൂടെ അവർക്ക് നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഓരോ പേഷ്യൻസിനെയും ഇൻഡിവിജ്വൽ ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് അവർക്ക് ആവശ്യമായ പേഷ്യന്റ് സെൻട്രിക് സർവീസുകൾ കിട്ടുമ്പോൾ നമുക്ക് മികച്ചൊരു പേഷ്യന്റ് എക്സ്പീരിയൻസിൽ നിന്ന് സാറ്റിസ്ഫാക്ഷനിലേക്ക് നമുക്ക് അവരെ എത്തിക്കാനായിട്ട് സാധിക്കും. അത് ആ ഒരു മികച്ച എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഓരോ സർവീസിനും അവർ തിരികെ നൽകുന്ന ഒരു വാല്യൂ അല്ലെങ്കിൽ മൂല്യമാണ് പേഷ്യന്റ് എക്സ്പീരിയൻസിന്റെ ആ ഒരു അറ്റ്മോസ്റ്റ് പേഷ്യന്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം അത് ഒരിക്കലും നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ഹൈ സാറ്റിസ്ഫാക്ഷൻ ഒരിക്കലും പേഷ്യൻസിന് കിട്ടില്ല. അതേസമയം അവർക്ക് കൊടുക്കുന്ന സർവീസുകളിലൂടെയും അവരുടെ ആ ഒരു ഹെൽത്ത് കെയർ ജേർണിയിലൂടെയും നമ്മൾ പേഷ്യന്റ് സെൻട്രിക് ആയിട്ടുള്ള സർവീസുകൾ കൊടുക്കുന്നതിലൂടെയുമാണ് മികച്ച ഒരു എക്സ്പീരിയൻസിലേക്ക് നമുക്ക് അവരെ എത്തിക്കാൻ പറ്റും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ ദൃശ്യ? ഓക്കെ, നെക്സ്റ്റ് നമ്മള് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയുമ്പോൾ ഇതിൽ പ്രധാനമായിട്ടും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഒരു മോഡൽ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇതൊരു സെൽഫ് റിപ്പോർട്ടഡ് പേഷ്യന്റ് ഇവാലുവേഷൻ ആണ്. അതായത് മൾട്ടിപ്പിൾ ടച്ച് പോയിന്റ്സ് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ എന്താണ് ഫീൽഡിനെ സംബന്ധിച്ച് ഒരുപാട് മൾട്ടിപ്പിൾ ടച്ച് പോയിന്റ്സ്, അതായത് പല ആസ്പെക്റ്റുകളെ കണക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പല വശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പേഷ്യന്റ് സ്വയമായിട്ട് അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്ന് വിലയിരുത്തുന്നതാണ് ശരിക്കും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ നമ്മൾ ചെയ്യുന്നത്. അവർക്ക് കിട്ടിയ ഓരോ മെഡിക്കൽ കെയർ എക്സ്പീരിയൻസ്, പല വശങ്ങളിൽ നിന്നും കിട്ടിയ ആ ഒരു അനുഭവത്തെ അവർ
എന്ത് ചെയ്യുന്നു, വിലയിരുത്തുകയാണ് ശരിക്കും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ ചെയ്യുക. അപ്പൊ നമ്മൾ പല കാര്യങ്ങളും, ഒരു പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് എക്സാമ്പിൾ എടുത്ത് നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി സ്റ്റാഫ്, അല്ലെ, ജീവനക്കാരുടെ ആ ഒരു നമ്മളോടുള്ള പ്രതികരണം എങ്ങനെയാണ്, ബിഹേവിയർ എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ക്ലിനിഷ്യന്റെ കമ്മ്യൂണിക്കേഷൻ, ഡോക്ടേഴ്സിന്റെ കമ്മ്യൂണിക്കേഷൻ കാണാൻ പറ്റുന്നില്ല. ഫസിലിക്ക് മാത്രമാണോ? ആർക്കും കാണുന്നില്ല? കാണാം, ബാക്കി എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഫസീലയുടെ മാത്രമേ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ലീവ് ചെയ്തിട്ട് ഒന്നുകൂടി കയറി നോക്കി. ഓക്കെ, അപ്പൊ നോക്കിയേ, റെസ്പോൺസീവ്നെസ് ഓഫ് സ്റ്റാഫ്, അല്ലെ, ജീവനക്കാരുടെ ആ ഒരു പ്രതികരണം എങ്ങനെയാണെന്നുള്ളത്. അതുപോലെ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഫിസിഷ്യൻസിന്റെയൊക്കെ നമ്മളുമായിട്ടുള്ള ആ ഒരു ആശയവിനിമയം എങ്ങനെയാണ്, അവിടെയുള്ള മറ്റ് ജീവനക്കാരുടെ ടെക്നിക്കൽ സ്കിൽ എങ്ങനെയാണ്, ഹോസ്പിറ്റലിന്റെ ആ ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ നമ്മളെ സ്വീകരിക്കുന്ന ആ ഒരു അന്തരീക്ഷം എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ വരെ പറഞ്ഞതായിരുന്നു. അവിടെ വരെ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ can be generated and issued in-house. അപ്പൊ നമുക്ക് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ നമുക്ക് ഇഷ്യൂ ഇൻഹൗസ് ആയിട്ട്, ഇൻഹൗസും അതുപോലെ തന്നെ നമുക്ക് ഇൻഹൗസ് ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിനുള്ളിലത്തെ സെറ്റിംഗ്സിൽ കേട്ടോ, ഹോസ്പിറ്റലിനുള്ളിലെ ജീവനക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇൻഹൗസ് ആയിട്ട് ഈ പറയുന്ന പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ ചെയ്യാം. ബട്ട് മെനി ഹോസ്പിറ്റൽ ഡിപ്പെൻഡ് ഓൺ എ തേർഡ് പാർട്ടി പ്രൊവൈഡർ വിത്ത് എക്സ്പീരിയൻസ് ഇൻ ഡെവലപ്പിംഗ്. ക്ലിയർ ആണോ ഫസില? ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആയോ? ശരി. അപ്പൊ നമുക്ക് അല്ലാതെയും, അതായത് ഇൻഹൗസ് ആയിട്ടും നടത്താം. പക്ഷെ പല ഹോസ്പിറ്റലും ഒരു തേർഡ് പാർട്ടി പ്രൊവൈഡേഴ്സിനെ ഇതിനു വേണ്ടി ആശ്രയിക്കാറുണ്ട്. With experience in developing and administering and explaining statistically valid patient satisfaction survey. അപ്പോൾ വളരെ വാലിഡ് ആയിട്ടുള്ള പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ വികസിപ്പിക്കാനും അതവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനും അത് എക്സ്പ്ലെയിൻ ചെയ്യാനും ഒക്കെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ള തേർഡ് പാർട്ടി സർവീസുകളെ, തേർഡ് പാർട്ടി പ്രൊവൈഡേഴ്സിനെ മിക്ക ഹോസ്പിറ്റലും ഇതിനു വേണ്ടി ആശ്രയിക്കാറുണ്ട്. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ ചെയ്യാം. ഒന്ന്, അതിനുള്ളിൽ ഇൻഹൗസ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. അതിനുള്ള ഉള്ളിലുള്ള ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെ വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, സാറ്റിസ്ഫാക്ഷൻ സർവേകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക, അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതല്ല എങ്കിൽ മിക്ക ഹോസ്പിറ്റലും ഡിപ്പെൻഡ് ചെയ്യുന്നത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ പറയുന്ന സാറ്റിസ്ഫാക്ഷൻ സർവേകൾ ഡെവലപ്പ് ചെയ്യാനും അത് അഡ്മിനിസ്റ്റർ ചെയ്യാനും അത് എക്സ്പ്ലെയിൻ ചെയ്യാനും നല്ല രീതിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള തേർഡ് പാർട്ടി പ്രൊവൈഡേഴ്സിനെയും മിക്ക ഹോസ്പിറ്റലുകളും ആശ്രയിക്കാറുണ്ട്. അതുപോലെ a patient satisfaction survey is a set of questions used to gather feedback from patients to scale their satisfaction with the quality and care of the healthcare service provider. അപ്പൊ ഇവിടെ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്നുള്ളത് നമ്മൾ പറഞ്ഞതായിരുന്നു. ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അതിലുണ്ടാവുക, അല്ലെ, ഒരു കൂട്ടം ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ചോദ്യങ്ങളായിരിക്കും. Used to gather feedback from patients. എന്തിനു വേണ്ടിയിട്ടാണ്? പേഷ്യൻസിൽ നിന്നുള്ള ഫീഡ്ബാക്കുകൾ കിട്ടാൻ വേണ്ടി, അല്ലെ, അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു കൂട്ടം ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ തയ്യാറാക്കിയിട്ടുണ്ടാവുക. ആൻഡ് സ്കെയിൽ ദെയർ സാറ്റിസ്ഫാക്ഷൻ. ഇതിലൂടെ നമുക്ക് എന്ത് മെഷർ ചെയ്യാൻ പറ്റും? പേഷ്യൻസിന് ആ ഒരു ഹെൽത്ത് കെയർ സർവീസ് പ്രൊവൈഡേഴ്സുമായി ബന്ധപ്പെട്ട അവർ നൽകുന്ന ആ ഒരു പരിചരണം, ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെയുള്ള ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, എങ്ങനെയാണ് അവർക്ക് കിട്ടിയ പരിചരണം, എങ്ങനെയാണ്, അതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് അവരുടെ സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം ഉണ്ട്, നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നോ അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫൈഡ് ആയിരുന്നോ അല്ലെങ്കിൽ വളരെയധികം സംതൃപ്തി നമുക്ക് തോന്നിയോ, ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഒരു കൂട്ടം സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ പേഷ്യൻസിന് നൽകുക. And the patient satisfaction survey questionnaire help evaluate
basic metrics across patient care that help medical institutions in ascertaining the level of care extended and pitfalls in services. അപ്പൊ ഇത്തരത്തില് നമ്മളൊരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ക്വസ്റ്റ്യനെയർ കൊടുക്കുന്ന അല്ലെങ്കിൽ ചോദ്യാവലികള് പേഷ്യൻസിന് കൊടുക്കുമ്പോൾ അതിലൂടെ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഹെൽപ്പ് ഇവാലുവേറ്റ് ബേസിക് മെട്രിക് അക്രോസ് പേഷ്യന്റ് കെയർ, helping medical institutions in ascertaining the level of care extended and pitfalls in service. ഇത്തരത്തിൽ നമ്മളൊരു ക്വസ്റ്റ്യനെയർ പേഷ്യൻസിന് കൊടുക്കുമ്പോൾ അവർ അവരുടേതായിട്ടുള്ള എക്സ്പീരിയൻസ് അനുസരിച്ച് അവർ സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്ന് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫീഡ്ബാക്ക് നൽകും അല്ലെ? അപ്പൊ അങ്ങനെ ഫീഡ്ബാക്കുകൾ നൽകുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവാം? ആ ഒരു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷന് എന്താണ് അതിന്റെ പ്രയോജനം എന്ന് പറയുന്നത്? ആ ഒരു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യാൻ പറ്റും? അവര് കൊടുത്ത പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ട് അവര് നൽകിയ ലെവൽ ഓഫ് കെയർ എത്രത്തോളം ഉണ്ട് അല്ലെ? അവര് നൽകിയ ആ ഒരു പരിചരണത്തിന്റെ തലം എങ്ങനെയാണ്, അതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ്, അതിൽ ആ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആണോ, ഇതൊക്കെ അറിയാൻ പറ്റില്ലേ? അതുപോലെ തന്നെ pitfalls in services, അതായത് ഏതൊക്കെ ഇടങ്ങളിലാണ് ഇവർക്ക് പിഴവുകൾ സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കുറവുകൾ അനുഭവപ്പെട്ടിട്ടുള്ളത്, ഏതൊക്കെ മേഖലയിലാണ് പേഷ്യൻസ് ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത്, അത്തരം ഏരിയാസിനെയും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താനായിട്ട് പറ്റും അല്ലെ? അപ്പൊ അതൊരു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത് വളരെ പ്രയോജനകരമാണ്. അതിലൂടെ പേഷ്യൻസിന് കൊടുത്തിട്ടുള്ള ലെവൽ ഓഫ് കെയർ എങ്ങനെയാണ്, അതിന്റെ ക്വാളിറ്റിയിൽ ഓരോ പേഷ്യൻസും സാറ്റിസ്ഫൈഡ് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ അവർ കൊടുക്കുന്ന സർവീസുകളിലെ പിഴവുകളോ കുറവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഏതൊക്കെ ഭാഗത്താണ്, ഏതൊക്കെ ഏരിയ ബേസ് ചെയ്താണെന്ന് മനസ്സിലാക്കാനും ഇംപ്രൂവ്മെന്റ് നടത്താനുമുള്ള ഒരു അവസരം ഒരു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷന് ഇത്തരത്തിലുള്ള ചോദ്യാവലികളിലൂടെ നടത്തുന്ന ഈ ഒരു സർവേയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ആ ഒരു ഭാഗം. വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യാണ് കേട്ടോ. ശരി. നെക്സ്റ്റ് വൺ, 6 underlying metrics which patient satisfaction have to be measured on. അതായത് നമ്മുടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അളക്കുന്നതിനുള്ള 6 അടിസ്ഥാന അളവുകളാണ് ഈ പറയുന്നത് കേട്ടോ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്നതിനുള്ള 6 അടിസ്ഥാന അളവുകൾ. ഫസ്റ്റ് വൺ ആണ് ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ. അപ്പൊ ഒന്നാമത്തെ അളവ് അല്ലെങ്കിൽ ഒന്നാമത്തെ മെഷർ എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് തന്നെ അവിടുത്തെ ആ ഒരു ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ എങ്ങനെയുണ്ട് അല്ലെ? ആ ഒരു വൈദ്യപരിചരണത്തിന്റെ ഗുണനിലവാരം എത്രത്തോളം ഉണ്ടായിരുന്നു, അത് നമ്മൾ മെഷർ ചെയ്യും. വൈദ്യപരിചരണത്തിന്റെ ഗുണനിലവാരം. രണ്ടാമത്തത് ഇന്റർപേഴ്സണൽ സ്കിൽസ് ഡിസ്പ്ലൈഡ് ബൈ മെഡിക്കൽ പ്രൊഫഷണൽസ്. അവിടെ ഉള്ള മെഡിക്കൽ പ്രൊഫഷണൽസ് പേഷ്യൻസിനോട് പ്രകടിപ്പിക്കുന്ന ഇന്റർപേഴ്സണൽ സ്കിൽസ് എത്രത്തോളം ഉണ്ട്, നല്ല രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നുണ്ടോ, നല്ല ബിഹേവിയർ ആണോ കാഴ്ചവെക്കുന്നത്, അത്തരത്തിൽ അവര് പ്രകടിപ്പിക്കുന്ന ഇന്റർപേഴ്സണൽ സ്കിൽസ് എങ്ങനെയാണ് അത് നോക്കും. മൂന്നാമത്തത് ട്രാൻസ്പാരൻസി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ കെയർ പ്രൊവൈഡർ ആൻഡ് പേഷ്യന്റ്. കെയർ നൽകുന്ന കെയർ പ്രൊവൈഡേഴ്സും പേഷ്യൻസും തമ്മിലുള്ള ആശയവിനിമയം നല്ല രീതിയിലാണോ, ഒരു സുതാര്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ആശയവിനിമയമാണോ നടക്കുന്നത് എന്ന് നോക്കും. അതുപോലെ തന്നെ നാലാമത്തെ പോയിന്റ് ആണ് ഫിനാൻഷ്യൽ ആസ്പെക്ട് ഓഫ് കെയർ. അതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ഈ സാമ്പത്തികപരമായിട്ടുള്ള വശങ്ങൾ അല്ലെ, പരിചരണത്തിന്റെ സാമ്പത്തികപരമായിട്ടുള്ള വശങ്ങൾ നമ്മൾ നോക്കാറില്ലേ? ഒരു ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ അവിടുത്തെ ക്വാളിറ്റി ഓഫ് കെയർ മാത്രമല്ല, അത് എത്ര നമുക്ക് കോസ്റ്റ്ലി ആവുന്നുണ്ടെന്ന് നമ്മൾ നമുക്ക് അഫോർഡബിൾ ആണോ എന്ന് നമ്മൾ നോക്കാറുണ്ട് അല്ലെ? അപ്പൊ അവിടെ ഫിനാൻഷ്യൽ ആസ്പെക്ട് ഓഫ് കെയർ, അവിടെ പരിചരണത്തിന്റെ സാമ്പത്തികപരമായ വശങ്ങൾ എങ്ങനെയാണെന്ന് നോക്കും. അതുപോലെ അസിസ്റ്റ് ടു ഡോക്ടേഴ്സ് ആൻഡ് അതർ മെഡിക്കൽ പ്രൊഫഷണൽസ്. നമുക്ക് ഇപ്പോൾ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ മറ്റു മെഡിക്കൽ പ്രൊഫഷണൽസിന്റെ അടുത്തേക്കുള്ള ഒരു പ്രവേശനം എത്രത്തോളം എളുപ്പമാണ് എന്ന് നമ്മൾ നോക്കാറുണ്ട്.
പറയാറുണ്ട്. അതുപോലെ അക്സസിബിലിറ്റി ഓഫ് കെയർ, നമുക്ക് കെയർ നമുക്ക് പരിചരണമൊക്കെ എളുപ്പത്തിൽ ലഭ്യമാകുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു 6 അടിസ്ഥാന അളവുകളാണ് നമ്മുടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ അളക്കുന്ന അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന 6 അടിസ്ഥാന അളവുകളാണ് ഈ പറയുന്നത്. ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ, വൈദ്യപരിചരണത്തിന്റെ ആ ഒരു ഗുണനിലവാരം എത്രത്തോളം ഉണ്ട്. രണ്ടാമത്തത് മെഡിക്കൽ പ്രൊഫഷണൽസ് പ്രകടിപ്പിക്കുന്ന ആ ഒരു ഇന്റർപേഴ്സണൽ സ്കിൽ എങ്ങനെയാണ്. അതുപോലെ കെയർ പ്രൊവൈഡറും പേഷ്യൻസും തമ്മിലുള്ള ആ ഒരു ആശയവിനിമയവും സുതാര്യതയും എത്രത്തോളം. അതുപോലെ ഫിനാൻഷ്യൽ ആസ്പെക്ട് ഓഫ് കെയർ, പരിചരണത്തിന്റെ സാമ്പത്തികപരമായ വശങ്ങൾ എങ്ങനെയാണ്. അതുപോലെ അസിസ്റ്റന്റ് ഡോക്ടർ ആൻഡ് അതർ മെഡിക്കൽ പ്രൊഫഷണൽസ്, ഡോക്ടേഴ്സ് അതുപോലെ മറ്റു മെഡിക്കൽ പ്രൊഫഷണൽസുമായി ബന്ധപ്പെട്ട അവരിലേക്കുള്ള നമ്മുടെ ആ ഒരു പേഷ്യൻസിന്റെ പ്രവേശനം അല്ലെങ്കിൽ അവരിലേക്കുള്ള ആ ഒരു അസസ് എങ്ങനെയാണ്, എളുപ്പത്തിൽ നടക്കുന്നുണ്ടോ, എളുപ്പത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. അതുപോലെ ആറാമത്തത് അക്സസിബിലിറ്റി ഓഫ് കെയർ, നമുക്ക് പരിചരണം എളുപ്പത്തിൽ ലഭ്യമാകുന്നുണ്ടോ. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഈ 6 അടിസ്ഥാന മെട്രിക്സ് അല്ലെങ്കിൽ അളവുകളിലൂടെ നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. Then a patient satisfaction survey can be conducted anytime during an electronic medical record or EMR or an electronic health record, that is EHR. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഇരുന്നുകൊണ്ട് നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ എന്ത് ചെയ്യാം, കണ്ടക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇലക്ട്രോണിക്കലി ആണ്, ഒന്നില്ലെങ്കിൽ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് അല്ലെങ്കിൽ EMRന്റെ സഹായത്തോടു കൂടിയോ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് അല്ലെങ്കിൽ EHR, അതിന്റെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. ഇതിന്റെ സഹായത്തോടു കൂടി നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും എനി ടൈം നമുക്ക് എന്ത് ചെയ്യാം, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ നടത്താം. നിങ്ങൾ സർവേ ഒക്കെ നടത്തുന്നത് കണ്ടിട്ടില്ല, ഈ നമ്മുടെ ഫോണുകളിലേക്ക് വരാറില്ലേ സർവേ ഒക്കെ, വരാറില്ലേ? സർവേകൾ ചെയ്യാറില്ലേ നമ്മൾ ഓൺലൈനായിട്ടൊക്കെ. അപ്പൊ അങ്ങനെ നമുക്ക് എവിടെ വേണമെങ്കിലും ഇരുന്നുകൊണ്ട് ഈ ഒരു സർവേ നമുക്ക് നടത്താവുന്നതാണ്. ഇറ്റ് ക്യാൻ ബി കംപ്ലീറ്റഡ് ബൈ മൊബൈൽ, നമ്മുടെ മൊബൈലിന്റെ സഹായത്തോടു കൂടി നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ സർവേ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെയുള്ള ഫിസിക്കൽ കോപ്പീസ് കൊണ്ട് തരാറില്ലേ, സർവേകൾ എടുക്കാൻ വേണ്ടി കോപ്പി ആയിട്ട് കൊണ്ടുവന്ന് തരാറില്ലേ, ഹാർഡ് കോപ്പീസ്, അതുപോലെയുള്ള ഫിസിക്കൽ കോപ്പീസ് വഴി നമുക്ക് ചെയ്യാം. വെബ്സൈറ്റുകളിലൂടെ ചെയ്യാം. പിയേഴ്സ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ പോയിന്റ് ഓഫ് സ്കെയിൽ, അതായത് ഇത് നമുക്ക് ലിങ്കുകൾ അയച്ചു തരാം ഇല്ലേ, ആപ്പുകളിലൂടെ നമുക്ക് ചെയ്യാം പറ്റുമല്ലോ. ഇന്റർനെറ്റ് കണക്റ്റഡ് ആയിട്ടുള്ള എനേബിൾഡ് ആയിട്ടുള്ള ഡിവൈസുകളിൽ വരുന്ന ലിങ്കുകളോ അല്ലെങ്കിൽ ആപ്പുകളിന്റെ സഹായത്തോടു കൂടിയോ നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ കമ്പ്യൂട്ടർ ഇൻ വെയിറ്റിംഗ് റൂം, ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ വെയിറ്റിംഗ് റൂമിൽ കമ്പ്യൂട്ടേഴ്സ് സെറ്റ് ചെയ്തിട്ട് അതിന്റെ സഹായത്തോടു കൂടി വേണം ചെയ്യാം. ഒരു എനി അതർ മീഡിയ, മറ്റേതൊരു മീഡിയ അല്ലെങ്കിൽ മറ്റേതൊരു രീതി ഉപയോഗിച്ചുകൊണ്ടോ നമുക്ക് എവിടെ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ഇരുന്നുകൊണ്ട് നമുക്ക് ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ത് ചെയ്യാം, പൂർത്തിയാക്കാവുന്നതാണ്. ഒരേ രീതി മാത്രമല്ല, മൊബൈൽസിലൂടെയും ഇന്റർനെറ്റിന്റെ സഹായത്തോടെയും വെബ്സൈറ്റിലൂടെയും ലിങ്കുകളുടെ സഹായത്തോടു കൂടിയും ആപ്പുകളുടെ സഹായത്തോടു കൂടിയും അല്ല ഫിസിക്കൽ കോപ്പീസിന്റെ സഹായത്തോടു കൂടിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എവിടെ ഇരുന്ന് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും നമുക്കത് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കട്ടെ. ആ ഒരു 6 പോയിന്റ്സ് ഒന്ന് നോക്കി വെച്ചേക്കണേ, ചോദിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പറയട്ടെ. നെക്സ്റ്റ് വണ്ണാണ് ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയുടെ മോഡലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയില് ഫസ്റ്റ് ഒരു ഡിയർ പേഷ്യന്റ് ഉണ്ടാവും. അതുപോലെ വി ആർ ഇൻട്രസ്റ്റഡ് ടു നോ വാട്ട് യു തിങ്ക് അബൌട്ട് അവർ സർവീസ്, ഞങ്ങൾക്ക് വളരെ താല്പര്യമുണ്ട് നമ്മുടെ സർവീസിനെ കുറിച്ച് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് അറിയാൻ ഞങ്ങൾക്ക് വളരെ താല്പര്യവാന്മാരാണ്, അല്ലെങ്കിൽ വളരെ താല്പര്യത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെറിയൊരു പെർഫോമൻസ് നിങ്ങളുടെ ഭാഗത്ത് വേണം. യുവർ പെർഫോമൻസ് ബൈ കംപ്ലീറ്റിംഗ് ദിസ് ബ്രീഫ് 5 minute സർവേ ഇൻ കണക്ഷൻ വിത്ത് യുവർ വിസിറ്റ്, നിങ്ങളുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട്
നിങ്ങളുടെ ആ ഒരു പെർഫോമൻസ്, നമ്മുടെ ആ ഒരു എന്താണ് നിങ്ങളുടെ ആ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രീഫ് 5 minutes സർവേകളുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സഹകരിക്കണം എന്ന് പറയാണ്. അതുപോലെ താങ്ക് യു ഫോർ ടേക്കിംഗ് ടൈം ടു ഷെയർ യുവർ എക്സ്പീരിയൻസ് വിത്ത് അസ്. അതുപോലെ തന്നെ ഞങ്ങളോട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് എടുത്ത എഫേർട്ടിനും മറ്റേതിനും ആ ഒരു സമയത്തിനൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, നന്ദി പറയുന്നു. ഡേറ്റ് ഓഫ് യുവർ അപ്പോയിന്റ്മെന്റ്, എന്നാണ് ആ പേഷ്യന്റ് അപ്പോയിന്റ്മെന്റ് എന്തായിരുന്നു അതിന്റെ ഡേറ്റ് എഴുതുക. അതുപോലെ പ്ലീസ് സർക്കിൾ യുവർ റെസ്പോൺസ്. ഈ താഴെ പറയുന്നതൊക്കെ ക്വസ്റ്റ്യനെയർ ആണ് കേട്ടോ. അപ്പൊ ആ ക്വസ്റ്റ്യനെയറിൽ നമ്മുടെ റെസ്പോൺസ് ഏതാണോ അത് സർക്കിൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതില് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ തന്നിരിക്കുന്നത്. ചെറിയ മോഡലാണ് കേട്ടോ. ഇതുപോലെ ക്വസ്റ്റ്യൻസിൽ മാറ്റങ്ങൾ വരാം കേട്ടോ. ചെറിയൊരു മോഡൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. അപ്പൊ ഇതില് ആകെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് നിങ്ങൾ അതിലെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ മോഡലാണ് വന്നിരിക്കുന്നതെന്ന് മാത്രം ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. മറ്റൊക്കെ ബാക്കിയുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഓൾറെഡി സർവേ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള മോഡൽ തന്നെയാണല്ലോ ഇത്. ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതില് ഇപ്പൊ ഹൗ സാറ്റിസ്ഫൈഡ് ആർ യു വിത്ത് ദ ഫോളോയിങ്, ഈ താഴെ പറയുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ നിങ്ങൾ എത്രത്തോളം സംതൃപ്തരാണ്, നിങ്ങളുടെ എക്സ്പീരിയൻസിനനുസരിച്ചാണ്, നമ്മൾ ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് അനുസരിച്ചാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിൽ നമ്മൾ എത്രത്തോളം സംതൃപ്തരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ വെരി ഡിസാറ്റിസ്ഫൈഡ്, വളരെ അസംതൃപ്തിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളതെങ്കിൽ അവിടെ ആ ഒരു 2 മാർക്ക് കൊടുത്താൽ മതി, അല്ലെങ്കിൽ 2 സർക്കിൾ ചെയ്താൽ മതി. സാറ്റിസ്ഫൈഡ് ആണ്, സംതൃപ്തി ഉണ്ട് എങ്കിൽ 3 മാർക്ക് 3 ആണ് ഉള്ളത്, അപ്പൊ അത് സർക്കിൾ ചെയ്യാം. അതുപോലെ വെരി സാറ്റിസ്ഫൈഡ്, വളരെ സംതൃപ്തി ഉണ്ട് എങ്കിൽ 4 എന്ത് ചെയ്യാം, സർക്കിൾ ചെയ്യാം. എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ്, വളരെ അധികം സംതൃപ്തി നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ 5 കൊടുക്കാം. അപ്പൊ അത് എന്താണ് നമ്മുടെ റെസ്പോൺസ്, അതാണ് സർക്കിൾ ചെയ്യേണ്ടത്. ഇനി ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരികയാണ്. ഫസ്റ്റ് വൺ, ഈസ് ഓഫ് മേക്കിംഗ് അപ്പോയിന്റ്മെന്റ് ഫോർ ചെക്കപ്പ്, that is physical exams, well visit, routine follow up appointments. അതായത് നമ്മുടെ അപ്പോയിന്റ്മെന്റുകളോ ചെക്കപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള അപ്പോയിന്റ്മെന്റുകളോ മറ്റു കാര്യങ്ങൾക്കൊക്കെ എളുപ്പമുണ്ടായിരുന്നോ എന്നാണ്. ഈസ് എളുപ്പമായിരുന്നോ, നമുക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും അനുഭവപ്പെട്ടോ. ആ അപ്പോയിന്റ്മെന്റ് ഇപ്പൊ ഫിസിക്കൽ എക്സാമുമായി ബന്ധപ്പെട്ട അപ്പോയിന്റ്മെന്റ് ആവാം, എന്താണ് ചെക്കപ്പുമായി ബന്ധപ്പെട്ടാവാം, അല്ലെങ്കിൽ ഫോളോ അപ്പുകളുമായി ബന്ധപ്പെട്ട അപ്പോയിന്റ്മെന്റ് ആവാം. അപ്പൊ അത്തരത്തിലുള്ള അപ്പോയിന്റ്മെന്റുകൾ നിങ്ങൾക്ക് എളുപ്പമായിട്ട് ലഭിച്ചോ, അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായോ. അപ്പൊ നമ്മളോട് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം. അപ്പൊ അതിൽ നമ്മൾ എളുപ്പത്തിലാണ്, നിങ്ങൾ സംതൃപ്തരാണ്, വളരെയധികം നമുക്ക് സംതൃപ്തി ഉണ്ട് എങ്കിൽ 5 മാർക്ക് സർക്കിൾ ചെയ്യാം. അല്ലെങ്കിൽ ഓക്കെ കുഴപ്പമില്ലാതാണെങ്കിൽ 4 മാർക്ക്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ 3, വളരെ ഒട്ടും നല്ലതല്ലായിരുന്നെങ്കിൽ നമുക്ക് 2 മാർക്ക് കൊടുക്കും. രണ്ടാമത്തേത് കംഫർട്ട് ഓഫ് ദ റിസപ്ഷൻ ഏരിയ. റിസപ്ഷൻ ഏരിയയിൽ ചെന്നപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിരുന്നോ, വളരെ സൗകര്യപ്രദമായിട്ടോ, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ അവരെല്ലാ സർവീസുകളും നമുക്ക് ചെയ്തു തന്നോ എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതിൽ നിങ്ങൾ എത്രത്തോളം സംതൃപ്തരാണ്, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏതാണോ, നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ, അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫൈഡ് ആണോ, എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് ആണോ, അല്ലെങ്കിൽ വെരി സാറ്റിസ്ഫൈഡ് ആണോ, അതിനനുസരിച്ച് മാർക്ക് സർക്കിൾ ചെയ്യാം. അതുപോലെ തന്നെ ഈസ് ഇൻ കോണ്ടാക്ട് ഓഫ് യുവർ ഡോക്ടർ, ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എളുപ്പം ലഭിച്ചിരുന്നു. അപ്പൊ ഡോക്ടറെ കാണാനോ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്താനോ എളുപ്പമായിരുന്നു. ഒരുപാട് സമയം വെയിറ്റിംഗ് ടൈമും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല, വളരെ എളുപ്പമായിരുന്നെങ്കിൽ നമുക്ക് വളരെ എക്സ്ട്രീം ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാം. അതിനനുസരിച്ചുള്ള മാർക്കുകൾ കൊടുക്കാം. അതുപോലെ തന്നെ കംഫർട്ട് ഓഫ് ദ എക്സാമിനിങ് റൂം, നമ്മൾ പരിശോധിക്കുന്ന ആ ഒരു പരിശോധനാ മുറിയിൽ നമ്മൾ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയിരുന്നു അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിരുന്നു, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്താണ്, നമ്മുടെ കംഫർട്ടബിൾ ആയിരുന്നു, നമുക്ക് എക്സാമിനും റൂമുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രൈവസി കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള എൻവയോൺമെന്റ് ആയിരുന്നെങ്കിൽ അതിനനുസരിച്ചുള്ള മാർക്ക് കൊടുക്കാം. അതുപോലെ ഹൗ വാസ് ദ ക്ലീൻനെസ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ വൃത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. ഹൗ വാസ് ദ ക്ലീൻനെസ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ ആ ഒരു വൃത്തി ശുചിത്വത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അതിൽ നമ്മൾ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനെ കുറിച്ച് തോന്നിയിരിക്കുന്നത്, അതാണ് നമ്മളവിടെ ചെയ്യേണ്ടത്, മാർക്ക് ചെയ്ത് സർക്കിൾ ചെയ്യേണ്ടത്. അതുപോലെ വെയിറ്റിംഗ് ടൈം ഇൻ അവർ ഓഫീസ്, നമ്മുടെ ഓഫീസിൽ എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ, പെട്ടെന്ന് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റിയോ, വെയിറ്റിംഗ് ടൈം ഇൻ അവർ ഓഫീസിൽ ഒരുപാട് സമയം വന്നിട്ടുണ്ടോ, അതിന് നിങ്ങൾ സംതൃപ്തരാണോ അല്ലെ, അതാണ് ചോദ്യം. അതുപോലെ കഴ്സി ഓഫ് ദി സ്റ്റാഫ്, ജീവനക്കാരുടെ കഴ്സി എന്ന് പറഞ്ഞ മര്യാദ, ജീവനക്കാരുടെ മര്യാദ എത്രത്തോളം ഉണ്ട്, നമ്മളോട് നല്ല രീതിയിലാണോ ബിഹേവ് ചെയ്തിരിക്കുന്നത്, മര്യാദ പൂർവ്വം നല്ല രീതിയിലുള്ള ബിഹേവിയർ ആണോ ഒരു കാഴ്ചവെച്ചിരിക്കുന്നത്,
അതിനനുസരിച്ച് നമുക്ക് അവിടെ മാർക്ക് സ്കോർ കൊടുക്കാം. Then what is your opinion on cost of treatment? നമ്മൾ കൊടുക്കുന്ന ചികിത്സയുമായി ബന്ധപ്പെട്ട ആ ഒരു ചികിത്സയുടെ ചിലവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആ ഒരു കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ് കൂടുതലാണോ കുറവാണോ, അതിനെ കുറിച്ച് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്നതിനെ കുറിച്ചുള്ള ആ ഒരു ഒപ്പീനിയൻ, നിങ്ങളുടെ അഭിപ്രായമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് സംതൃപ്തരാണെങ്കിൽ അത് അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ അസംതൃപ്തിയാണെങ്കിൽ ഡിസാറ്റിസ്ഫൈഡ് കൊടുക്കാം. അതുപോലെ തന്നെ ഹൗ വാസ് അവർ ഡയഗ്നോസ്റ്റിക് സർവീസ്, നമ്മുടെ രോഗനിർണയ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് എന്താണ്, എങ്ങനെയുണ്ട്, നിങ്ങൾ നല്ല എക്സ്പീരിയൻസ് ആണോ നമുക്ക് കിട്ടിയിരിക്കുന്നത്, സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആ ഒരു ഡയഗ്നോസ്റ്റിക് സർവീസുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ നമുക്ക് അവിടെ കൊടുക്കാവുന്നതാണ്. അതുപോലെ ക്വാളിറ്റി ഓഫ് ദ കെയർ യു ഹാവ് റിസീവ്ഡ്, നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു കെയർ, ഈ വൈദ്യ പരിചരണത്തിന്റെ ക്വാളിറ്റി, ഗുണനിലവാരം എത്രത്തോളം ഉണ്ട്, നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ ഇല്ല, അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫൈഡ് ആണോ, എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് ആണോ, വെരി സാറ്റിസ്ഫൈഡ് ആണോ, അതിനനുസരിച്ച് നമുക്ക് സർക്കിൾ ചെയ്യാം. അതുപോലെ ലാസ്റ്റ് വൺ ആണ് യുവർ ഓവറോൾ ഒപ്പീനിയൻ ഇൻ അവർ സർവീസ്, നമ്മുടെ സർവീസിലുള്ള നിങ്ങളുടെ മൊത്തത്തിലുള്ള അഭിപ്രായം, ഓവറോൾ ഒപ്പീനിയനിൽ മൊത്തത്തിലുള്ള അഭിപ്രായം എന്താണോ അത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എക്സ്പീരിയൻസിനനുസരിച്ച് നമ്മൾ ചിന്തിക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഇവാലുവേറ്റ് ചെയ്ത് ആ ഒരു മാർക്ക് സർക്കിൾ ചെയ്യാനായിട്ട് പറ്റും. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ആ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയുടെ മോഡല്. ഏതൊക്കെ ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു മോഡൽ ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇതൊക്കെ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഈ ആദ്യ മേഖലകളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരെ ഇത്രയും വളരെ ഷോർട്ട് ആയിട്ടുള്ള ചെറിയ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഏതാ കൊടുത്തിട്ടുള്ളൂ, അല്ലാത്തത് കൊണ്ട് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി തന്നിരിക്കുന്ന ഒരു മോഡലാണ്. ക്ലിയർ ആണോ? കഴിഞ്ഞോ എല്ലാവരുടെയും? ഓക്കെ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് അടുത്തത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ബെനിഫിറ്റ് ഫോർ പേഷ്യന്റ് ആൻഡ് ഹോസ്പിറ്റൽ. അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുന്നുണ്ട്. ഹോസ്പിറ്റലിനും അതുപോലെ പേഷ്യൻസിനും ഒക്കെ എന്തൊക്കെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ പ്രയോജനങ്ങളാണ് ഉണ്ടാവും, അതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ബെനിഫിറ്റ് ഫോർ പേഷ്യന്റ് ആൻഡ് ഹോസ്പിറ്റൽ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ആർ ആൻ ഇമ്പോർട്ടന്റ് വേ ടു സ്കെയിൽ how the patient feel about their experience with the practice. എപ്പോഴും ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യൻസിന്റെ ഫീലിംഗ് ആണ്, അവരുടെ അനുഭവമാണ് അല്ലെ. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ചെന്നു അവിടുത്തെ രീതികളിൽ നിന്ന് ആ പേഷ്യൻസിന് ഉണ്ടാവുന്ന എക്സ്പീരിയൻസ്, അതിനെ ബേസ് ചെയ്തുള്ള അവരുടെ അനുഭവമാണ് നമ്മൾ ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. Then contented patient എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ് കേട്ടോ. അപ്പൊ സംതൃപ്തരായിട്ടുള്ള ഒരു പേഷ്യൻസ് ആണെങ്കിൽ are more probably to suggest the hospital to others. അല്ലെ, അവര് സാധാരണയായിട്ട് അവര് അത്തരം കാര്യങ്ങൾ ഇതേ ഹോസ്പിറ്റലിനെ മറ്റുള്ള ആളുകളുമായിട്ട് അവർ സജഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശിക്കും, അതുപോലെ അതിനെ റെക്കമെൻഡ് ചെയ്യും. and they are also less probable to file complaints. അവർ കംപ്ലൈന്റ്സ് ഫയൽ ചെയ്യുന്നത് വളരെ സാധാരണമായിട്ട് വളരെ കുറവുമായിരിക്കും. So aiding and maintaining high patient satisfaction score benefit medical organization and the patient in a lot of ways. അപ്പൊ ഇത്തരത്തില് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ സ്കോറുകള് മികച്ചതാക്കുക അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരിക, അതവിടെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത്
ആ ഒരു മെഡിക്കൽ ഓർഗനൈസേഷനും അതുപോലെ പേഷ്യൻസിനും പല രീതിയിലും വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. പേഷ്യൻസിന് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന അവരുടെ രീതികളിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസിൽ അല്ലെങ്കിൽ അവരുടെ ആ അനുഭവത്തിനനുസൃതമായിട്ട് ആണ് നമ്മൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ മെഷർ ചെയ്യുന്നത്. അത്തരത്തില് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ അവര് ഈ ഒരു സർവീസുകൾ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തെ കുറിച്ച് മറ്റുള്ള ആളുകൾക്ക് സജസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ കംപ്ലൈന്റ്സ് ഫയൽ ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. ഇനി ഇങ്ങനെ ഒരു നല്ല പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ സ്കോർ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രയും നല്ല രീതിയിലുള്ള ക്വാളിറ്റി കെയറും കാര്യങ്ങളൊക്കെ കൊടുത്തത് കൊണ്ടാണ്. സോ അത്തരത്തിൽ നല്ലൊരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ നിലനിർത്താനും അത് ലഭിക്കാനും അല്ലെങ്കിൽ അത് നിലനിർത്തി കൊണ്ടുപോകാനും ആ ഒരു മെഡിക്കൽ ഓർഗനൈസേഷനും അതുപോലെ പേഷ്യൻസിനും പല രീതിയിലും നല്ലൊരു ബെനിഫിറ്റ് അല്ലെങ്കിൽ പ്രയോജനം ഇതിലൂടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മള് ഓരോരുത്തരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകളിലൂടെ പേഷ്യൻസിനും ഹോസ്പിറ്റലിനും കിട്ടുന്ന ബെനിഫിറ്റുകളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആണ് പേഷ്യന്റ് ലോയാലിറ്റി ആൻഡ് റിട്ടൻഷൻ. പേഷ്യൻസിന്റെ ആ ഒരു വിശ്വസ്തതയും അവരെ അവിടെ നിലനിർത്താനും ഇത് സഹായകമാണ് അല്ലെ. പേഷ്യൻസിന്റെ ആ ഒരു വിശ്വസ്തത കിട്ടില്ലേ നമുക്ക്, അതുപോലെ അവരെ അവിടെ റിട്ടൻഷൻ ചെയ്യുക അല്ലെങ്കിൽ ആ വരുന്ന പേഷ്യൻസിനെ ആ സ്ഥാപനത്തിൽ തന്നെ നിലനിർത്താനായിട്ട് നമുക്ക് സഹായകമാണ്. അപ്പൊ നോക്കിയേ, പേഷ്യൻസ് ഹാവ് മോർ ചോയ്സസ് ഇൻ കണക്ഷൻ വിത്ത് ദിയർ ഹെൽത്ത് കെയർ ദാൻ എവർ ബിഫോർ. നമുക്കറിയാം, നമുക്കാണെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ മാത്രമാണ് നമ്മൾ ചോയ്സ്. നമ്മുടെ മുമ്പിൽ ഒരുപാട് ചോയ്സസ് ഉണ്ട് ഇല്ലേ. നമ്മുടെ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ചോയ്സസ് ഇല്ലേ. ഈ ഒരു ഹോസ്പിറ്റലിൽ പോകണം തന്നെ നിർബന്ധമുണ്ടോ? മറ്റെന്തോരം ഹോസ്പിറ്റലുകളാണ് നമ്മുടെ ചോയ്സിലുള്ളത് അല്ലേ? ഇല്ലേ? ഈ ഒരൊറ്റ ഹോസ്പിറ്റലേ ഉള്ളോ? അല്ല, ഒരുപാട് ചോയ്സ് ഉണ്ട് നമുക്ക് അല്ലെ. നമ്മുടെ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് പേഷ്യൻസിന് ഒരുപാട് ചോയ്സ് ഉണ്ട്. പക്ഷേ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് തന്നെ അവരെ നിലനിർത്തണമെങ്കിൽ അവർ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് അതിലേക്ക് വരുള്ളൂ. ശരിയല്ലേ? ആ ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് അവരെ നിലനിർത്തണം അല്ലെങ്കിൽ ആ ഒരു വിശ്വസ്തത കൊടുക്കണമെങ്കിൽ നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർ ഇതേ ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരികെ വരും അല്ലെ. അപ്പൊ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ മോർ പ്രോബബിൾ ടു ബി ഫെയ്ത്ത്ഫുൾ പേഷ്യന്റ്. അവർ വളരെ വിശ്വസ്തതയുള്ള ആളുകളാണ്. ആ ഒരു ഹോസ്പിറ്റലിനോട് വളരെ ഒരു ട്രസ്റ്റോ അല്ലെങ്കിൽ ഒരു വിശ്വാസമോ ഒക്കെ ഉണ്ടായിട്ടായിരിക്കും അവർ അതിലൂടെയാണ് നമ്മൾ സംതൃപ്തി ഉള്ളത് അല്ലെ. അപ്പൊ എപ്പോഴും ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ ആ പേഷ്യൻസിന് ഈ സ്ഥാപനത്തെ കുറിച്ച് നല്ലൊരു വിശ്വാസം അവരിലുണ്ടാവും. ഉണ്ടാവുമല്ലോ, ഒരു വിശ്വസ്തത ഉണ്ടാവും അല്ലെ. So this not only means that they will schedule the necessary checkup, follow up another required appointment, but they are more probable to keep them. അപ്പൊ ഇത്തരത്തില് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ്. അവർക്ക് ഈ ഒരു സ്ഥാപനത്തോട് നല്ലൊരു വിശ്വസ്തതയും എന്തുണ്ട് ഉണ്ടാവുന്നുണ്ട്. സോ അത്തരത്തിലുള്ള ഒരു പേഷ്യന്റ് ആവുമ്പോ അവരെന്ത് ചെയ്യും? അവർക്ക് ആവശ്യമായ നെസസറി ചെക്കപ്പുകളായിക്കോട്ടെ, ഫോളോ അപ്പുകളായിക്കോട്ടെ, മറ്റു രീതിയിലുള്ള അപ്പോയിന്റ്മെന്റുകളെല്ലാം ഇതേ ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കും പിന്നെ ഷെഡ്യൂൾ ചെയ്യാം അല്ലേ. അതുപോലെ തന്നെ സാധാരണയായിട്ട് ഇതേ പ്രവൃത്തി അവർ തുടർന്നും പോകും. ശരിയല്ലേ? നമുക്കൊരു ഹോസ്പിറ്റലിൽ ഇഷ്ടമായി, നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് ആ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ പേഴ്സണൽ കാര്യമായിക്കോട്ടെ, നമ്മുടെ വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സിന്റെ കാര്യമായിക്കോട്ടെ, നമ്മൾ അതേ ഹോസ്പിറ്റലിൽ തന്നെയല്ലേ പിന്നെയുള്ള എന്ത് കാര്യത്തിനും ഡിപ്പെൻഡ് ചെയ്യുള്ളൂ അല്ലെ. പിന്നെ വരുന്ന തുടർച്ചയായിട്ട് നമുക്ക് വരുന്ന ഫോളോ അപ്പുകളായിക്കോട്ടെ, ചെക്കപ്പുകളായിക്കോട്ടെ, മറ്റ് അപ്പോയിന്റ്മെന്റുകളായിക്കോട്ടെ, അതുപോലെ തന്നെ പിന്നീട് വരുന്ന എന്തൊരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ആയിക്കോട്ടെ, ഇതേ രീതി നമ്മൾ എന്ത് ചെയ്യും? ആ സ്ഥാപനത്തിലേക്ക് തന്നെ ആയിരിക്കും ആ അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാം അല്ലെ. ആണോ? So satisfied patients are also grand ambassador for hospital. underline ചെയ്തിട്ട് ആ സെന്റൻസ്. അപ്പൊ എപ്പോഴും ഒരു സംതൃപ്തിയുള്ള പേഷ്യൻസ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിന്റെ ഗ്രാൻഡ് അംബാസിഡർ ആണെന്നാണ് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ പരസ്യങ്ങളൊക്കെ ചെയ്യുന്ന അംബാസിഡേഴ്സ്? പരസ്യങ്ങളൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ആക്ടേഴ്സും ആക്ട്രസസും ഒക്കെ പരസ്യങ്ങളൊക്കെ ചെയ്ത് കണ്ടിട്ടില്ലേ? അവരൊക്കെ അംബാസിഡേഴ്സ് ആണ് അല്ലെ. അത് ഓരോ ബ്രാൻഡിന്റെയാണ്. ഇവിടെ ഒരു ഹോസ്പിറ്റലിന്റെ ഗ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് ആരാണ്? സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആണ് അല്ലെ. സംതൃപ്തരായിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരോട് നമ്മൾ ഒരു ഹോസ്പിറ്റലിനെ പറ്റി പ്രശംസിക്കാനായിട്ടില്ല, അവരുടെ മറ്റുള്ളവരോട് പറയണമെന്ന് നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ല അല്ലെ. നമ്മൾ സംതൃപ്തരാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാറുണ്ട്? പറയാറുണ്ട്, ഈ ഒരു ഹോസ്പിറ്റലിനെ സജസ്റ്റ് ചെയ്യാറുണ്ട് അല്ലെ. സോ അത്തരത്തില് അവരെന്ത് ചെയ്യും നോക്കിയേ, they tell their friends and family about good experiences and bad ones with their friends and family അല്ലേ. അപ്പൊ നമ്മളാണെങ്കിലും നമുക്ക് നല്ലൊരു ഹോസ്പിറ്റലിൽ ചെന്ന് നല്ലൊരു അനുഭവം കിട്ടി, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ചില ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ബാഡ് വൺസും കിട്ടാറുണ്ട്
കിട്ടാറില്ലേ? ബാഡ് എക്സ്പീരിയൻസും ഉണ്ടാവാറുണ്ട്. ഇത് എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട്, നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യില്ലേ, പറയില്ലേ? ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായെന്ന് പറയില്ലേ നമ്മള്? അപ്പൊ അങ്ങനെ ആ ഒരു ഹോസ്പിറ്റൽ ഇപ്പൊ നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഹോസ്പിറ്റലിനെ കുറിച്ച് നല്ല എക്സ്പീരിയൻസുകളായിരിക്കും അവർ ഷെയർ ചെയ്യുക, അല്ലെ? നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും ഷെയർ ചെയ്യുക. സോ അതിനനുസരിച്ച് ആ ഹോസ്പിറ്റലിന്റെ ഒരു റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് ആ ഒരു ഹോസ്പിറ്റലിന്റെ വിശ്വാസമൊക്കെ വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നില്ലേ? ഉണ്ടോ? അപ്പൊ അതുകൊണ്ട് തന്നെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് എപ്പോഴും ഒരു ഹോസ്പിറ്റലിന്റെ ഗ്രാൻഡ് അംബാസിഡേഴ്സ് ആണ് കേട്ടോ. അപ്പൊ അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടേ. അപ്പോ ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. അപ്പൊ പേഷ്യൻസിന്റെ ലോയാലിറ്റി ആൻഡ് റിട്ടൻഷൻ എന്ന് പറയുന്നതിൽ പേഷ്യൻസിനെ നല്ല വിശ്വസ്തയോടുകൂടി അവിടെ നിലനിർത്താനായിട്ട് നല്ലൊരു പേഷ്യൻസ് സാറ്റിസ്ഫാക്ഷൻ സർവേകളിലൂടെ നമുക്ക് സഹായകമാണ്. അപ്പൊ അതിനനുസരിച്ച് പേഷ്യൻസ് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ എടുക്കുന്നതിലൂടെ പേഷ്യൻസ് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അല്ല, സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഏരിയാസിനെ മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കും. അപ്പൊ നല്ലൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരെപ്പോഴും ഈ സ്ഥാപനത്തോട് വിശ്വസ്തതയുള്ളവരായിരിക്കും. ഈ സ്ഥാപനത്തിൽ തന്നെ തുടരാൻ താല്പര്യവും അവർക്ക് തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ അവര് ഹോസ്പിറ്റലിന്റെ ഗ്രാൻഡ് അംബാസിഡേഴ്സ് ആണെന്ന് പറയേണ്ടതായിട്ട് വരും. അതുപോലെ ഇപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്ന ആളുകളാണെങ്കിൽ അത് അവര് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുന്നു. അതിലൂടെ ഹോസ്പിറ്റലിലെ വിശ്വസ്തയും കാര്യങ്ങളൊക്കെ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ സ്ഥിരം നമുക്ക് ആ ഒരു പേഷ്യൻസിനെ അവിടെ നിലനിർത്താനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. വേഗം ഒന്നാണ് വരെ വായിച്ചു നോക്കി. കഴിഞ്ഞോ? ക്ലിയർ അല്ല? ക്ലിയർ അല്ലേ ഇതെല്ലാം? ഓക്കെ അല്ലേ? പേഷ്യന്റ് ലോയാലിറ്റി ആൻഡ് റിട്ടൻഷൻ. നെക്സ്റ്റ് വൺ ആണ് ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി. ഒരു വർദ്ധിച്ച ലാഭം ഉണ്ടാക്കാൻ സഹായിക്കും, അല്ലെ? ആ ഹോസ്പിറ്റലിൽ വർദ്ധിച്ച ലാഭം ഉണ്ടാക്കാൻ സഹായിക്കുന്നില്ലേ? ഉണ്ടോ? ലാഭം ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ടോ? ആരാണ് ഒരു ഹോസ്പിറ്റലിലേക്ക് ലാഭം കൊണ്ടുവരുന്ന ആളുകള്? പേഷ്യൻസിലൂടെയാണ്, അല്ലെ? ഇവിടെ നല്ലൊരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ഒരു പേരും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് ആ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസിൽ നിന്ന് തന്നെ നമുക്ക് നല്ലൊരു വർദ്ധിച്ച ലാഭവും ആ ഹോസ്പിറ്റലിൽ ഉണ്ടാക്കാൻ പറ്റും, അല്ലെ? നോക്കിയേ, കണ്ടന്റഡ് പേഷ്യൻസ് ഇവൻച്വലി ലീഡ് ടു ഇൻക്രീസ്ഡ് പ്രോഫിറ്റ് ഫോർ ഹോസ്പിറ്റൽ ഇൻ മെനി വേസ്. അതായത് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരിലൂടെ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ പല രീതിയിലും പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ, അതിൽ ലാഭം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫസ്റ്റ്, contented patients shop their appointment, which means that hospital don't lose money on dead hours during the day. അപ്പൊ ഇവിടെ ഹോസ്പിറ്റലിൽ സാധാരണ നമുക്ക് ഹോസ്പിറ്റലുകളിൽ ഡേ ടൈം എന്നൊക്കെ പറയുന്നത് വളരെ റിച്ച് ടൈമുകളാണ്, അല്ലെ? ഒരുപാട് പേഷ്യൻസും കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. സോ ഇവിടെ ഈ ഒരു വർദ്ധിച്ച ലാഭം ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ ഒരുപാട് പേഷ്യൻസ് വരുമ്പോഴാണ് നമുക്ക് ലാഭം ഉണ്ടാവാൻ പറ്റുക ഒരു ഹോസ്പിറ്റൽ, അല്ലെ? അപ്പൊ ഇവിടെ ആ ഒരു പേഷ്യൻസ് ഇല്ലാതിരിക്കേണ്ട ഒരു അവസ്ഥയോ അല്ലെങ്കിൽ പേഷ്യൻസ് കുറവ് വരുന്ന ഒരു അവസ്ഥയോ ഒന്നും ഇവിടെ വരുന്നില്ല. അതിലൂടെ ഇവരുടെ പണവും കാര്യങ്ങളൊന്നും ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. കാരണം എന്താ? സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരെപ്പോഴും ഈ ഒരു സ്ഥാപനത്തിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? അവരെപ്പോഴും അവരുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും ഈ ഹോസ്പിറ്റലിലെ എന്ത് ചെയ്യുന്നു? അപ്പോയിന്റ്മെന്റുകൾ എടുക്കുന്നു. അതിനനുസരിച്ചുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഇതേ ഹോസ്പിറ്റലിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്താ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഒരു ഹോസ്പിറ്റലിന് ആ ഒരു ഡേ ടൈമിലായിക്കോട്ടെ അല്ലാത്ത സമയങ്ങളിലായിക്കോട്ടെ പേഷ്യൻസ് കുറവ് വരുന്ന സമയം ഉണ്ടാവാൻ കുറവായിരിക്കും, സാധ്യത കുറവായിരിക്കും. അതിലൂടെ തന്നെ പേഷ്യൻസ് കൂടുതൽ ആളുകൾ വരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ലാഭവും അതിലൂടെ ആ ഹോസ്പിറ്റലിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. Second,
They also provide grant reviews and patient satisfaction survey results that lead to new patient acquisition and improved insurance reimbursement. അതുപോലെ തന്നെ ഈ പറയുന്ന രണ്ടാമത്തെ കാര്യം, നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർ പുറത്ത് ഇറങ്ങുമ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ഒരു നല്ല ഗ്രാൻഡ് റിവ്യൂ ആണ്. ഈ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു മികച്ച റിവ്യൂ ആയിരിക്കും കൊടുക്കുക, അല്ലെ? അപ്പൊ അത്തരത്തിൽ ആ ഒരു മികച്ച റിവ്യൂ, അതുപോലെ തന്നെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകളുടെ റിസൾട്ടുകളുടെ അടിസ്ഥാനത്തില് പുതിയ പുതിയ പേഷ്യൻസിനെ നമുക്ക് ലഭിക്കാൻ സഹായകമാണ്. കിട്ടില്ലേ? പുതിയ പേഷ്യൻസിനെ നല്ലൊരു റിവ്യൂ ആണ്, പുറമെ ഒരു ഹോസ്പിറ്റലിനെ പറ്റി നല്ലൊരു റിവ്യൂ ആണെങ്കിൽ ഏതൊരു വ്യക്തിയും അത് നമുക്കൊന്ന് പോയി നോക്കിയാലോ എന്ന് ചിന്തിക്കും, അല്ലെ? അപ്പൊ അത്തരത്തില് പുതിയ പേഷ്യൻസിനെ കിട്ടാനും അതുപോലെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട റീഇംബേഴ്സ്മെന്റ് അല്ലെങ്കിൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട തുകകള് ഇംപ്രൂവ് ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കിട്ടാനൊക്കെ ഇത് വളരെയധികം സഹായകമാണ്. അപ്പൊ ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചൊരു ലാഭം ഉണ്ടാക്കാനായിട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ ചെയ്യുന്നതിലൂടെ ആ ഒരു ഹോസ്പിറ്റലിന് പ്രയോജനകരമായിട്ടുണ്ട്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവര് പിന്നെയും ഈ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യും. അവർ പിന്നെയും അവരുടെ അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളും ഇതേ ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നടത്തുക. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ ഒരിക്കൽ പോലും ഒരു പേഷ്യൻസ് ഇല്ലാതെ ഒരു കുറവുള്ള സമയങ്ങളോ ഉണ്ടാവാൻ പോകുന്നില്ല. അതിലൂടെ അവരുടെ പണവും നഷ്ടമാവുന്നില്ല. കൂടുതൽ പേഷ്യൻസിനെ എന്ത് ചെയ്യാണ് അവിടെ നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തത് ഒരു ഗ്രാൻഡ് റിവ്യൂസ്, പറയുന്ന നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർ പുറമെ കൊടുക്കുന്ന ആ ഒരു മികച്ച റിവ്യൂവിന്റെ അടിസ്ഥാനത്തില് നമുക്ക് പുതിയ പുതിയ പേഷ്യൻസിനെ ലഭിക്കുകയും അതിലൂടെ അവരുമായി ബന്ധപ്പെട്ട പേഷ്യൻസുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസ് തുകകളുടെ ആ ഒരു തിരിച്ചടവും കാര്യങ്ങളും ഒക്കെ മെച്ചപ്പെടുത്തിയെടുക്കാറുണ്ട്. നമുക്ക് ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ലഭ്യമാകുന്നുണ്ട്. അതിലൂടെ നമുക്ക് ഒരു പരിധി വരെ നല്ല രീതിയിലുള്ള ഒരു വർദ്ധിച്ച ലാഭം നമുക്ക് കൈവരിക്കാനും ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ നടത്തുന്നതിലൂടെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസിൽ നിന്നും നമുക്ക് വർദ്ധിച്ചൊരു ലാഭം ലഭിക്കുന്നുണ്ട്. ദെൻ അടുത്തത് എൻഹാൻസ്ഡ് സ്റ്റാഫ് എന്ന് പറയും. എന്ന് വെച്ചാൽ ജീവനക്കാരുടെ മനോവീര്യത്തെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. നോക്കിയേ, ജനറേറ്റിംഗ് എ പേഷ്യന്റ് ഫോക്കസ്ഡ് കൾച്ചർ ഡസ് ഇറ്റ് ഹാവ് ടു കം അറ്റ് ദ കോസ്റ്റ് ഓഫ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ എപ്പോഴും ഒരു ഹോസ്പിറ്റലില് പേഷ്യൻസിനെ ഫോക്കസ് ചെയ്തുള്ള പരിചരണം കൊടുക്കണം. അത് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം, പേഷ്യൻസിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിചരണം കൊടുക്കണം. അതിലൂടെ എംപ്ലോയീസിന് എന്തെങ്കിലും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടോ? പേഷ്യൻസിനെ ഫോക്കസ് ചെയ്തുള്ള പരിചരണം കൊടുക്കുമ്പോൾ പേഷ്യൻസിനാണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്, അല്ലെ? അതായത് എംപ്ലോയീസ് അല്ലെങ്കിൽ ജീവനക്കാർക്ക് അതിലൂടെ എന്തെങ്കിലും സംതൃപ്തി കിട്ടുന്നുണ്ടോ? ഡയറക്ട്ലി നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും സാറ്റിസ്ഫാക്ഷൻ ഇല്ല, അല്ലെ? അത് പേഷ്യൻസിനാണ് സാറ്റിസ്ഫാക്ഷൻ അതിലൂടെ കിട്ടുക. അപ്പൊ അതിന് പകരമായി പേഷ്യൻസിന് മാത്രം സാറ്റിസ്ഫാക്ഷൻ കിട്ടിയാൽ മതിയോ? അല്ല, അല്ലെ? അവിടുത്തെ എംപ്ലോയീസിനും കൂടി സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സംതൃപ്തി ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ടേക്കിംഗ് സ്റ്റെപ്സ് ടു ഇൻവോൾവ് ആൻഡ് മോട്ടിവേറ്റ് യുവർ സ്റ്റാഫ് ഇസ് എ ക്രൂഷ്യൽ പാർട്ട് ഓഫ് ഡെലിവറിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് പേഷ്യന്റ് കെയർ. അപ്പൊ നല്ലൊരു മികച്ച രോഗി പരിചരണം ഈ സ്റ്റാഫുകൾ കൊടുക്കണമെങ്കിൽ അവരെ നല്ല രീതിയിൽ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കണം, വേണ്ടേ? സ്റ്റാഫുകൾ നല്ല എനർജറ്റിക് ആയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിലുള്ള കെയറും കാര്യങ്ങളും പേഷ്യൻസിന് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഇമ്പോർട്ടന്റ് ഭാഗമാണെന്ന് പറയുന്നത് സ്റ്റാഫുകളെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റാഫുകളെ മോട്ടിവേറ്റ് ചെയ്യുകയും അതിലൂടെ അവരെന്ത് ചെയ്യുക? നല്ലൊരു ഔട്ട്സ്റ്റാൻഡിംഗ് പേഷ്യന്റ് കെയർ രോഗികൾക്ക് നൽകുകയും ചെയ്യുക. അപ്പൊ രണ്ടു കൂട്ടരും സംതൃപ്തരാണ്, അല്ലെ? സോ ഹെൽത്ത് കെയർ സെറ്റിംഗ് ആർ ഓഫൺ ഹൈ സ്ട്രെസ് എൻവയോൺമെന്റ്. എപ്പോഴും നമുക്കറിയാം ഒരു ഹെൽത്ത് കെയർ ഏരിയ എന്ന് പറയുന്നത് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ്, ശരിയല്ലേ? കാരണം ചേഞ്ചസ് വരാം, പല പല സിറ്റുവേഷൻസിൽ വരുന്ന ആളുകളായിരിക്കും. ഇവരൊക്കെ കൈകാര്യം ചെയ്യാന്ന് പറയുന്നത് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് തന്നെയാണ്. ട്രെയിനിങ് ആൻഡ് സ്ട്രെങ്തനിങ് ദ എംപ്ലോയീസ്. അപ്പൊ ഇവിടെ ഓരോ എംപ്ലോയീസിനും ഇത്തരത്തിലുള്ള ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എൻവയോൺമെന്റിനെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ വരുന്ന ഓരോ പേഷ്യൻസിനും നല്ല ഫോക്കസ്ഡ് ആയിട്ടുള്ള കെയർ കൊടുക്കണമെങ്കിൽ അവർക്ക് ആവശ്യമായ പരിശീലനങ്ങളോ അവരെ സ്ട്രെങ്തൻ ചെയ്യുന്നതിനുള്ള ആക്ടിവിറ്റീസിലും അവർ ഉൾപ്പെടുത്താന്നുള്ളതാണ്, അല്ലെ? Make them able to perform their job to the best of their abilities and make them feel valued and increase the staff retention. അപ്പൊ ഇതിലൂടെ നമുക്ക് നല്ല ട്രെയിനിങ്ങും അവരെ സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിലുള്ള പെർഫോമൻസുകളും ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അവരെന്ത് ചെയ്യുക? മേക്ക് ദം ഏബിൾ ടു പെർഫോം ദെയർ ജോബ് ടു ദ ബെസ്റ്റ് ഓഫ് ദെയർ എബിലിറ്റി. അവരുടെ കഴിവുകൾക്കനുസരിച്ച് മികച്ച രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് അവരെന്ത് ചെയ്യുക? പ്രാപ്തരാകുക. ആ മേക്ക് ദം ഫീൽ വാല്യൂ. അതുപോലെ തന്നെ അവർക്കൊരു വാല്യൂ, ആ ഒരു സ്ഥാപനം അവർക്കൊരു വാല്യൂ കൊടുക്കുന്ന
പറ്റുന്നുണ്ട് എന്നൊരു ഫീലിംഗ് അവരിൽ വരുത്തുക. ആൻഡ് ഇൻക്രീസ് സ്റ്റാഫ് റിട്ടൻഷൻ. അതിലൂടെ നമുക്ക് സ്റ്റാഫുകളെ അവിടെ നിലനിർത്താനും സഹായിക്കുന്നുണ്ട് അല്ലെ. സ്റ്റാഫുകൾ അവിടെ പിരിഞ്ഞു പോവാതെ അവിടെ നിലനിർത്താനും നമുക്ക് ഇതിലൂടെ സഹായകമാണ്. സോ എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫ് know how to carry out attentive service and patient focused service that help to boost patient satisfaction score. അപ്പൊ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫ് ആണെങ്കിൽ അവർക്കറിയാം എങ്ങനെ നമുക്ക് ഓരോ സർവീസുകളും അറ്റൻഡ് ചെയ്യണം, എങ്ങനെ ഓരോ രോഗികളെയും ഫോക്കസ് ചെയ്തുള്ള പരിചരണം അല്ലെങ്കിൽ സർവീസുകളൊക്കെ എങ്ങനെ കൊടുക്കണമെന്ന് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്റ്റാഫ് ആണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും അല്ലെ. അതിലൂടെ നമുക്ക് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ സ്കോറുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ വർദ്ധിക്കാനായിട്ട് ഇത് സഹായകമാണ്. എൻഹാൻസ്ഡ് സ്റ്റാഫ് മൊറൈൽ എന്ന് പറയുന്നത് ജീവനക്കാരുടെ മനോവീര്യത്തെ നമുക്ക് വർദ്ധിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അതായത് നല്ലൊരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ കിട്ടണമെങ്കിൽ പേഷ്യൻസ് സംതൃപ്തരായിരിക്കണം അല്ലെ. പേഷ്യൻസ് സംതൃപ്തരാവണമെങ്കിൽ അത് എന്തിലൂടെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണത്തിലൂടെ അല്ലെങ്കിൽ അവരോടുള്ള പെരുമാറ്റത്തിലൂടെയൊക്കെയാണ്. അപ്പൊ അതാരാ ചെയ്യുന്നത്, സ്റ്റാഫുകളാണ് അല്ലെ. അപ്പൊ അവിടുത്തെ ഓരോ എംപ്ലോയീസും സാറ്റിസ്ഫൈഡ് ആണ് അല്ലെങ്കിൽ അവര് നല്ല പ്രചോദനത്തിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമ്പോഴാണ് പേഷ്യൻസിന് സംതൃപ്തി ഉണ്ടാകുക. അവർക്ക് നല്ല പരിചരണം കിട്ടുമ്പോ അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള കെയറും ട്രീറ്റ്മെന്റും ഒക്കെ കിട്ടുമ്പോഴാണ് പേഷ്യൻസിനെ സാറ്റിസ്ഫൈഡ് ആക്കാൻ പറ്റുക. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്, എപ്പോഴും ഒരു ക്രൂഷ്യൽ പാർട്ട് എന്ന് പറയുന്നത് അവിടുത്തെ പേഷ്യൻസിന് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, അവിടുത്തെ സ്റ്റാഫുകൾക്കും നല്ല രീതിയിലുള്ള മോട്ടിവേഷൻസ് കൊടുക്കുക. അതിലൂടെ അവർക്ക് ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പേഷ്യന്റ് കെയർ വിതരണം ചെയ്യാനും സാധിക്കണം. അതിനുവേണ്ടി അവർ ഹെൽത്ത് കെയർ മേഖലയായിട്ടുള്ള സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു എൻവയോൺമെന്റിനെ മറികടക്കുന്നതിന് വേണ്ടി, കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് ട്രെയിനിങ്ങും അവരെ സ്ട്രെങ്തൻ ചെയ്യുന്നുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ അവർ ഉൾപ്പെടുത്തുകയും അവരുടെ കഴിവിന്റെ ബെസ്റ്റ് അവർക്ക് പെർഫോം ചെയ്യാനായിട്ട് അവരെ പ്രാപ്തരാക്കുകയും അതിലൂടെ അവർക്ക് അവരുടെ ഒരു മൂല്യം നൽകുന്നുണ്ട് എന്നൊരു ഫീലിങ്സ് വരുത്തുകയും സ്റ്റാഫുകളുടെ അറിവ് നിലനിൽപ്പും നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ജീവനക്കാരാണെങ്കിൽ അവർക്ക് എങ്ങനെ സർവീസുകൾ കൊടുക്കണം, ഏത് രീതിയിലുള്ള പേഷ്യന്റ് ഫോക്കസ്ഡ് സർവീസുകൾ കൊടുക്കണം എന്നൊക്കെ അവർക്ക് നല്ല രീതിയിൽ അറിയാനായിട്ട് സാധിക്കും. അതിലൂടെ നല്ല സർവീസുകൾ പേഷ്യൻസിന് കൊടുക്കാനും പേഷ്യൻസിന്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ സ്കോറുകള് മികച്ചതാക്കാനും ഇതിലൂടെ സഹായിക്കുന്നുണ്ട്. വേഗം ഒന്ന് രണ്ടൊന്ന് വായിച്ചു നോക്കിയേ. ഇൻക്രീസ് പ്രോഫിറ്റബിലിറ്റിയും എൻഹാൻസ്ഡ് സ്റ്റാഫ് മൊറൈലും. വായിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, നെക്സ്റ്റ് പറയാമല്ലോ. ക്ലിയർ അല്ലേ? ഓക്കെ, ശരി. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഹൈയർ പ്രൊഡക്ടിവിറ്റി. നല്ലൊരു ഉയർന്ന ഉൽപാദനക്ഷമത ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്നുണ്ട്. അതായത് ഇൻവെസ്റ്റിംഗ് ഇൻ ട്രെയിനിങ് ആൻഡ് സോഫ്റ്റ്വെയർ to make better the patient experience can also increase staff and provide productivity in the organization. അപ്പൊ നമുക്കറിയുമ്പോ ഏതൊരു ഹോസ്പിറ്റലാണെങ്കിലും ഒരുപാട് എന്താണ് സോഫ്റ്റ്വെയർസ് ഒക്കെ ഉൾപ്പെടുത്തി അല്ലെ. പണ്ടത്തെ രീതിയിലുള്ള സിസ്റ്റംസ് ഒക്കെ മാറ്റി ഒരുപാട് രീതിയിലുള്ള പുതിയ പുതിയ സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു. അതുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങൾ അവിടുത്തെ എംപ്ലോയീസിന് കൊടുക്കുന്നതിലൂടെ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് നമുക്ക് ബെറ്റർ ആക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റാഫുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം,
ഒരു ഉയർന്ന ഉൽപാദനക്ഷമത അല്ലെങ്കിൽ ഇൻക്രീസ് ദ സ്റ്റാഫ് ആൻഡ് പ്രൊവൈഡ് പ്രൊഡക്ടിവിറ്റി ഇൻ ദ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷനിലുള്ള ഒരു സ്റ്റാഫുകളുടെയും കെയർ പ്രൊവൈഡേഴ്സിന്റെ ഒക്കെ ആ ഒരു ഉൽപാദനക്ഷമതയും നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇഫ് ഹോസ്പിറ്റൽ എക്സിക്യൂട്ട് സെക്യൂർ ആയിട്ടുള്ള ഒരു ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് ആൻഡ് പേഷ്യന്റ് മെസ്സേജിംഗ്, സ്റ്റാഫ് മേ സ്പെൻഡ് ആസ് മച്ച് ആസ് 50% ലെസ് ടൈം ഓൺ ദ ഫോൺ വിത്ത് പേഷ്യൻസ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് അപ്പോയിന്റ്മെന്റുകളുമായി ബന്ധപ്പെട്ട് ഫോൺ കോളുകളിലൂടെ നമ്മൾ വിളിച്ചു ബുക്ക് ചെയ്യുന്നത് അല്ലെ. പണ്ട് നമ്മൾ ഫോൺ നമ്പേഴ്സ് തന്നിട്ട് അതിലല്ലേ നമുക്ക് എത്ര സമയം നമ്മൾ വെയിറ്റ് ചെയ്താണ് അല്ലെ ഓരോന്നും എന്ത് ചെയ്യുന്നത്, അപ്പോയിന്റ്മെന്റുകളൊക്കെ എടുക്കുന്നത് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരാൾ അവിടെ ഇരിക്കുകയും വേണം, സ്റ്റാഫ് വേണ്ടേ, ഇരിക്കണ്ടേ. അതുപോലെ തന്നെ അതുപോലെ പേഷ്യൻസിന്റെ മെസ്സേജുകൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു സ്റ്റാഫുകൾക്ക് കുറേയധികം സമയം വേണ്ടി വരും. പേഷ്യൻസിനാണെങ്കിലും അത് കുറേയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അതിന് പകരമായിട്ട് നമുക്കിപ്പോ ചെയ്യാവുന്നത് സെക്യൂർ ആയിട്ടുള്ള ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് പ്ലാറ്റ്ഫോമുകൾ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് ഒക്കെ ഇപ്പൊ എന്ത് ചെയ്തു, വെബ്സൈറ്റുകളിലൂടെ കയറി നമുക്കിപ്പോ എന്ത് ചെയ്യാം, ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുന്നില്ലേ? പറ്റുന്നുണ്ടോ? ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും ഒക്കെ ഓൺലൈനായിട്ട് അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടോ? വളരെ എളുപ്പമാണ് അല്ലെ. നമുക്ക് ആവശ്യമുള്ള സമയവും കാര്യങ്ങളും ഡേറ്റും സമയവും ഒക്കെ നമുക്ക് ഏത് ഡോക്ടറെയാണോ കാണേണ്ടത് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുൻകൂട്ടി എന്താ ചെയ്യാം, സെറ്റ് ചെയ്ത് അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കാം അല്ലെ. അതുപോലെ പേഷ്യൻസിന്റെ കൃത്യമായിട്ടുള്ള മെസ്സേജുകളും കാര്യങ്ങളും ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മൊബൈലിലേക്ക്, നമ്പേഴ്സിലേക്കോ ഇമെയിൽസിലേക്കോ വരികയാണ് അല്ലെ. അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ റിമൈൻഡേഴ്സ്, ഫോളോ അപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ റിമൈൻഡ് ചെയ്യണം. അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട റിമൈൻഡേഴ്സ് ഒക്കെ വരാറില്ലേ? ഇത്രാം നമ്പർ ആയിട്ടുള്ള ടോക്കൺ അല്ലെങ്കിൽ ഇത്രാം നമ്പർ ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അപ്പോയിന്റ്മെന്റ് നമ്പർ ഇത്രയാണ്, ഇന്ന സമയത്തിനുള്ളിൽ എത്തിച്ചേരുക എന്നൊക്കെ പറഞ്ഞിട്ട് റിമൈൻഡേഴ്സ് വരാറില്ല. സോ ഇത്തരത്തിൽ പേഷ്യൻസിന് കൊടുക്കുന്ന മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ ഒരു ഓൺലൈൻ ആയിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള ഒരു ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതിലൂടെ അപ്പൊ 50, അതായത് ഫോൺ വഴി പേഷ്യൻസുമായിട്ടൊരു അവിടുത്തെ സ്റ്റാഫുകൾക്ക് പേഷ്യൻസുമായിട്ട് ഫോണിലൂടെയുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ 50% ആ ജോലി അവരുടെ കുറയ്ക്കാൻ പറ്റിയില്ലേ? ഇപ്പോഴും ഓൺലൈനായിട്ട് അല്ലാതെയും അപ്പോയിന്റ്മെന്റുകൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും മുൻപത്തെ അത്രയും ഇല്ല, ശരിയല്ലേ? ഈ ഓൺലൈൻ ചെയ്യാവുന്നവർ എളുപ്പമായതുകൊണ്ട് അവർ കൂടുതൽ പേരും അതാണ് ചൂസ് ചെയ്യുക. അതേസമയം ഫോൺ കോളുകളിലൂടെയുള്ള പേഷ്യൻസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് അത്രയും ഒരു 50% എന്ത് ചെയ്യുന്നുണ്ട്, സമയം കുറവ് ലഭിക്കുന്നുണ്ട്. സോ അത്രയും സമയം എന്താണ് സ്റ്റാഫുകൾക്ക് കുറച്ച് റിലീഫ് കിട്ടുന്നുണ്ടെങ്കിൽ അവരുടെ വർക്കിൽ അത്രയും അധികം കുറവുകൾ വരുന്നുണ്ട്. കോൺസിക്വന്റ്ലി സ്റ്റാഫ് ക്യാൻ പെർഫോം എക്സ്ട്രാ ടാസ്ക്. അപ്പൊ ഇത്തരം സമയങ്ങൾ അവർക്ക് എന്ത് ചെയ്യാം, മറ്റു ജോലികൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം അല്ലെ. which allow us to run a leaner office. അപ്പൊ ഇത്തരത്തില് പുതിയ സോഫ്റ്റ്വെയർസും കാര്യങ്ങളും ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ പേഷ്യൻസിന് നല്ലൊരു എക്സ്പീരിയൻസും കിട്ടും, അവിടെ സ്റ്റാഫുകളുടെ ആ ഒരു ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ പറ്റും. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് സമയം കൂടുതൽ കിട്ടുന്നുണ്ട്. എക്സ്ട്രാ സമയം കിട്ടുന്നതിലൂടെ അവർക്ക് എക്സ്ട്രാ ടാസ്കുകൾ എളുപ്പത്തിൽ ചെയ്തു തീർക്കാനും ഒരു വളരെ നല്ല രീതിയിൽ കസ്റ്റമർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഓഫീസ് അവിടെ ക്രിയേറ്റ് ചെയ്യാനും ഇതിലൂടെ സാധിക്കും. Besides that, a hospital lessen the patient no-show and late cancellation. Hospital has less dead time in scheduling and can maximize the patient time and rate billing. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ്, അതുപോലെ കൃത്യസമയത്ത് നമ്മൾ റിമൈൻഡേഴ്സും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ പേഷ്യൻസ് അവിടെ ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഇപ്പോ പെട്ടെന്ന് നമ്മൾ ചില പേഷ്യൻസ് ഒക്കെ എങ്ങനെയാ പറയാതെയൊക്കെ നമ്മുടെ അപ്പോയിന്റ്മെന്റുകൾ എടുത്തിട്ട് ചിലപ്പോ വിളിച്ചു പറയൊന്നുമില്ല, ഞാൻ ഇന്ന ദിവസം അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഇന്ന് വരില്ല എന്ന് വിളിച്ചു പറയാതെ എന്ത് ചെയ്യും, അപ്പോയിന്റ്മെന്റുകളൊക്കെ മിസ് ചെയ്യാറുണ്ട് അല്ലെ. അതുപോലെ ലേറ്റ് ആയിട്ടുള്ള ക്യാൻസലേഷൻസ് നടത്താറുണ്ട്. അങ്ങനെ ഹോസ്പിറ്റൽ എന്താണ് പേഷ്യൻസ് ഇല്ലാതെ വരുന്ന അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്തതുമായി ബന്ധപ്പെട്ട് പേഷ്യൻസിന്റെ ആ ഒരു വരുന്നതിന്റെ ആ ഒരു ഗുണമോ കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. and maximize the patient time and related billing. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ ആ ഒരു ഇടപെടല്, പേഷ്യൻസ് വരുന്നതിനെ കൂടുതൽ എണ്ണം, അതുമായി ബന്ധപ്പെട്ട ബില്ലിംഗ് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാക്സിമൈസ് ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പൊ നല്ലൊരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ചെയ്യുന്നതിലൂടെ അവരുടെ ആ ഒരു എക്സ്പീരിയൻസുമായി ബേസ് ചെയ്ത് നമുക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും കുറവുകളുണ്ടോ അത് നമുക്ക് നികത്താനും അതിനനുസരിച്ച് പേഷ്യൻസിന് നല്ല എക്സ്പീരിയൻസ് കൊടുക്കാനും അവിടുത്തെ ജീവനക്കാരുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാനും നമുക്ക് സാധ്യമാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഹയർ പ്രൊഡക്ടിവിറ്റി.
വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ അല്ലേ? ഓക്കെ, പിന്നെ മിസ് ഇന്ന് ഇവിടെ വരെ എടുക്കുന്നുള്ളൂ കേട്ടാ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഭാഗം കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ അത്തരം ഭാഗം ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടാ. ഓക്കെ, താങ്ക് യു.